തണുപ്പാട്ടോ, ഒരു രക്ഷയില്ല. പിന്നെ വേറെ വിശേഷം എന്താണ്, നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഇവിടെ എത്തുമ്പോഴാണ് ഇതൊരു യൂറോപ്യൻ കൺട്രി ആണോ ഏഷ്യൻ കൺട്രി ആണോ എന്നൊരു സംശയം ഞങ്ങൾക്ക് ഉടലെടുത്തത്. ഇത് പറയണ്ടോ? ഗുഡ് മോർണിംഗ് ഷാർജ. കഴിഞ്ഞോ? ഷാർജയുടെ നാട്ടിലെ 4 ദിവസം കഴിഞ്ഞില്ലേ, നമ്മളൊന്നും ഇറങ്ങണ്ടേ? നല്ല രസമുണ്ട് അല്ലേ? ഈ ഇതിന്റെ കൺസ്ട്രക്ഷൻ അടിപൊളി സ്റ്റൈലായിരുന്നു. അസർബൈജാനിന്റെ വിശേഷങ്ങൾ അറിയുന്നതിന് വേണ്ടി. ഡ്രൈവറും ഇല്ല. അസർബൈജാൻ ഇതേതോ രാജാവിനെ കൊണ്ടുവരാൻ വന്നാണെന്നോ? എന്നല്ലേ ഞാനോട് പറഞ്ഞു. അസർബൈജാനിന്റെ കാഴ്ചകളുമായി. തണുപ്പാട്ടോ, ഒരു രക്ഷയില്ല. എവിടുന്ന എടുക്കണേ? എന്നാ വലിയ ഇത്തുണ്ട് അവിടെ പോവാ ആക്കണേ. വേണ്ട എന്നാ പെൻസിതാ ഇംഗ്ലീഷ് അടക്കാണ്. ഇത് ഞാൻ സ്നോന്റെ അവിടെ പോയ എങ്ങനെ ഇരിക്കൂലേ? എവിടെയാ ഓണാക്കി ഫോട്ടോഷൂട്ടില് ഇതൊക്കെ മിസ്സായി. Cesaretim yok, her halin yolundan döndürür beni. Şöyle bir bakmaya cesaretim yok, rüzgarın alevsiz söndürür beni. Kurtulamam derdimden, boynuma vebalim değil. Hello, sir. Hi, you are our guide. I'm your tour guide. Yes, this is our guide. Come. It's okay. Hi. Gautam, I am Anu.
ഗൗതം അദാനി. മൂപ്പർക്ക് ഇന്ന മനസ്സിലാക്കണം CEO ആണെന്ന്. ബാഗൊക്കെ വാങ്ങിപ്പോയി. കാർഡ് ഒന്നോർക്ക് കൊടുത്തത്. മക്ഡൊണാൾഡ്സും മക്ഡൊണാൾഡ്സ് ഇല്ലേ, അത് ഇവിടെ മുന്നിലുണ്ടാണെങ്കിൽ KFC ഉണ്ടാക്കി ചോദിച്ചു വെച്ചിട്ടുണ്ട്. വേറെ പിന്നെ വേറെ വിശേഷം എന്താണ്, നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ലഞ്ച് ഇതിലില്ല. ലഞ്ച് ഇല്ലേ? ഇനി എന്തിനാ ബെഡ് കൊണ്ടുവരുന്നത്? ഇപ്പൊ രണ്ട് ബെഡ് ആയില്ലേ? ആ വേറെ ബെഡ്ഷീറ്റ് ഒക്കെ വേണ്ടേ? അസർബൈജാനിലെ ആദ്യത്തെ ദിനത്തിലൂടെയാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ പാർക്കിൻ റാഡിസൺ ബ്ലൂ എന്ന ഹോട്ടലിലാണ് നമുക്ക് റൂം കിട്ടിയിട്ടുള്ളത്. കോട്ടക്കലുള്ള അക്ബർ ട്രാവൽസ് വഴിയായിട്ടാണ് നമ്മൾ ഈ ഒരു ടൂറ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എല്ലാവരും നല്ല വിശപ്പിലായതുകൊണ്ടേ വലിയ ഉഷാറൊന്നുമില്ല, പക്ഷെ നമുക്ക് വലിയ കുഴപ്പമില്ല. അദ്ദേഹം വളരെ ആർജവത്തോടു കൂടി ഒരു പ്ലാനിങ് ഇല്ലാതെയാണ് അതെ തീർച്ചയായിട്ടും അസർബൈജാനിലേക്ക് എത്തിയത്. ഇവിടെ എത്തുമ്പോഴാണ് ഇതൊരു യൂറോപ്യൻ കൺട്രി ആണോ ഏഷ്യൻ കൺട്രി ആണോ എന്നൊരു സംശയം ഞങ്ങൾക്ക് ഉടലെടുത്തത്. ചാർജിങ് പോയിന്റ് ഇല്ല. ഓ അത് ഭയങ്കര ബാത്റൂമിൽ വെള്ളമില്ല. അതെ അതെ അല്ല, നമ്മൾ ഈ ചാർജിങ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ലോക്കൽ പഴയ നമ്മളെ ഹോസ്പിറ്റലൊക്കെ ഉണ്ടല്ലോ, പഴയ ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന അതേ ചാർജിങ് പോയിന്റൊക്കെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതിലേക്ക് എൻട്രി ചെയ്യാണ്, മോളിലേക്ക്. ഇതൊക്കെ വിശദമായിട്ട് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോ 6 നിൽക്കണ്ടാവും. അവിടെ കൊക്കക്കോളൊക്കെ ഉണ്ട്. അവിടെ ഒരു സാധനം ഉണ്ടല്ലോ ഇതിന് രസം എന്താ അറിയോ, ഇതിനെ സ്നേക്ക് എടുത്തില്ലല്ലോ. ദാറ്റ്സ് ഗുഡ്. രസം എന്താ വെച്ചാല് ലൈറ്റ് വാങ്ങില്ല. താങ്ക് യു. അതല്ല ഇത് തിന്നൊന്നാ നല്ല വലിച്ച് കൊണ്ടുവരണ്ട. ഈ സാധനം കിട്ടാനാണ് ഇമാതിരി ചിലയാണോ ആര് ഈ ഒരു സാധനം കിട്ടാനാണ് നല്ല ആ ഷോ ഫുള്ള് കാട്ടിയത്. ആര് ഞാനോ? മൊത്തത്തിൽ രജി സാറ് യൂറോപ്പിനെ പറ്റിയിട്ട് ചെറിയ യൂറോപ്പല്ല അസർബൈജാൻ അത് നമുക്ക് 2 ദിവസം ഓടിയിട്ട് പറഞ്ഞ പോലെ ഇതുവരെയുള്ള ഒരു അഭിപ്രായം മക്ഡൊണാൾഡിലല്ലേ എത്തിയിട്ടുള്ളൂ. അല്ല അനുപയെ കുറിച്ച് പഠിക്കാൻ കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. ഇതുവരെയുള്ള ഇവിടം വരെ എത്തിയ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ ഒരുപാട് കാര്യങ്ങൾ പറ്റിയിട്ടുണ്ട്. ഒന്നാമത്തത് ഈ രാജ്യത്തിലേക്ക് വരുമ്പോഴുള്ള ഇവിടുത്തെ കറൻസി. ഒരു മന്നത്ത് പറഞ്ഞാൽ എത്ര റുപ്യ അങ്ങ് അറിയാം? ഒരു മന്നത്ത് പറഞ്ഞെങ്കിൽ 48 രൂപ. ഒരു മന്നത്ത് പറഞ്ഞാൽ 48 റുപ്യ തന്നെയല്ലേ? 49 റുപ്യ. പിന്നെ രണ്ടാമത്തത് ഇവിടുത്തെ ഈ പ്രകൃതി രമണീയമായ അതൊന്നല്ല ഇതിന്റെ മെയിൻ പറയേണ്ടത് അറിയോ, ഇവിടുത്തെ ക്ലീനിങ്. അതിലേക്ക് വരാം. അതിന് മുമ്പ് ആദ്യം രാജ്യത്തിന്റെ ഒരു ഇത് പറയണം. ടെമ്പറേച്ചർ ടെമ്പറേച്ചർ ഒരു 15 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ നല്ല തണുപ്പുള്ള ഒരു ക്ലൈമറ്റ് ആണ്. ഫോൺ എടുത്താ 36 ആണ് ഇനി മൂന്നാമത്തെ കാര്യം ഇവിടുത്തെ നീറ്റ് ആൻഡ് ക്ലീൻ. ഇതാ എത്ര മനോഹരമായിട്ടുള്ള രൂപത്തിലാണ്.
ഇത് വളഞ്ഞതല്ല. അവൻ controlling by the president. Also, they have a vice president, prime minister. Some of them is who live nearby this territory. They burial in this part. Later I will show you. So and then this part is became as a Marti Alley. അസർബൈജാൻ എന്ന് പറയുന്ന രാജ്യം ഉണ്ടല്ലോ, ഈ റഷ്യ പിടിച്ചടക്കിയിരുന്നു. റഷ്യന്റെ ബോൾഷെവിക് ഭരണത്തിന്റെ കീഴിൽ അങ്ങനെയാണ് അവർ USSRന്റെ ഭാഗമായിരുന്നു, അഥവാ സോവിയറ്റ് യൂണിയന്റെ. അങ്ങനെ 1991 ഈ USSR പൊളിഞ്ഞിട്ട് ഒരുപാട് രാജ്യങ്ങൾ സ്വതന്ത്രമായി. ഇപ്പൊ ഈ കാണുന്ന റഷ്യ കഴിഞ്ഞിട്ടുള്ള ബാക്കി രാജ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, തുർക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, തജിക്കിസ്ഥാൻ, അങ്ങനെയുള്ള പിന്നെ അതേപോലെ അർമേനിയ, അസർബൈജാൻ, കസക്കിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ USSRന്ന് സ്വതന്ത്രമായിട്ടാണ് ഇപ്പോൾ പല രാജ്യങ്ങളായി മാറിയത്. അങ്ങനെയുള്ള രാജ്യമായിരുന്നു അങ്ങനെ USSR പറയുമ്പോൾ സോവിയറ്റ് യൂണിയൻ. അതെ, സോവിയറ്റ് യൂണിയൻ ആയിരുന്നു. അങ്ങനെ USSR പിരിഞ്ഞിട്ടാണ് റഷ്യ ഉണ്ടാവുന്നത്. അപ്പൊ ഇതൊക്കെ അന്ന് യുദ്ധം ചെയ്ത സമയത്ത് ഒരുപാട് അസർബൈജാനി ആളുകൾ മരിച്ചുപോയി. അങ്ങനെ USSRൽ നിന്ന് ഫ്രീഡം കിട്ടിയതിന് ശേഷം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് അർമേനിയ എന്ന് പറഞ്ഞൊരു രാജ്യം ഉണ്ടായിരുന്നു. ഈ USSR ആയിട്ടുള്ള യുദ്ധത്തിന് 10-700 ആൾക്കാർ മരിച്ചിട്ടുണ്ട്. പിന്നെ ഈ അർമേനിയ ഇത് ചെയ്ത സമയത്ത് ഇവിടുന്ന് വീണ്ടും ഒരുപാട് ആൾക്കാർ മരിച്ചു. അങ്ങനെ ഇവരെല്ലാ മാർട്ടിയേഴ്സിനെയും അടക്കിയ സ്ഥലമാണ് ഇത്. ആക്ച്വലി ഇതിന്റെ ഒരു മെമ്മോറിയൽ ആണ്. ഈ മരിച്ച ഈ രാജ്യത്തിന്റെ ഫ്രീഡത്തിന് വേണ്ടി സാക്രിഫൈസ് ചെയ്ത ഒരുപാട് ആളുകൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു പാർക്കാണ്. ഇതിന്റെ മെമ്മോറിയൽ ആണ് അവസാനം കാണിച്ചത്. പ്ലേഗ് വന്ന് മരിച്ചവരെ ഇതാണ് എന്ത് നമ്മുടെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ, മുംബൈത്തെ. അതേപോലെ 1-ാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ നിന്ന് പോയിട്ട് മരിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഡൽഹിയിലുള്ള ഇന്ത്യ ഗേറ്റ്. അങ്ങനെ ഓരോ മെമ്മോറിയൽ ഇല്ലേ, അതേപോലെ. So this is island bar? More than a zone. This for Russia is only this one. ഇതാണോ ഫയർ ടെമ്പിൾ? അല്ലേ സർ is it island park? This is the Highland Park. This all this area Highland Park. Yes. It's no. I can do it. Fine. Okay. So this is the like a memorial park of the our martyrs. This building was built in 1997 by the Azerbaijani architect. Height of the building 27 meters. Cool. The building is decorated with national ornaments and with the natural stones of Azerbaijan is called white limestone. In Azerbaijan, mostly houses is decorated. ഇത് എനിക്ക് തോന്നുന്നത് മറ്റേ ഭൂമിയുടെ അടിയിൽ നിന്ന് വരുന്ന ഗ്യാസ് കൊണ്ടാണ് ഇത് ഫയർ ചെയ്യുന്നത്. മുകളിലൊക്കെയാണ് അവിടെ കയറിയും അല്ല അവിടേക്ക് ലൈറ്റ് വീഡിയോ അവര് വന്ന് കയറിയും ചോദിച്ചിട്ട് കയറണം.
Card accepted? Card? No. Only dollar? No dollar, only cash. Only Manath. Come on. Only Manath. Manath മാത്രമേ സ്വീകരിക്കുള്ളൂ. Card or dollar? Which one? Kartını ödeyebilir. No problem. No You problem. can pay by card. message Vereceğiz ne gün. Allah etmezse. How much? 5 mana. 5 mana. എത്രയാണ്? 5 5 10. അത് 10 ഉണ്ട് നമ്മുടെ അയ്യോ ഞാൻ ഇങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്താലോ? അല്ലേ ഞാനത് 500 വീഡിയോ രൂപ 2 പ്ലഗിന്. 500 രൂപ? ആഹാ 10 കൊടുത്ത് 250 ഞാൻ 10 രൂപ പറഞ്ഞപ്പോൾ കുറവാണ് കാട്ടിയൊക്കെ വലിയ പൊട്ടി കൂടെ വെച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഞാൻ ഫുള്ളുണ്ടാവും കേട്ടോ. എൻ്റെ കയ്യമ്മലൊക്കെ ഉണ്ടാവും. ഞാൻ ഫുള്ള് സജ്ജാണ്. You need more cucumber. Gagash. How to call brother? Gagash. And chestnut. ഇത് കമ്പാണ്. അത് മനസ്സിലായി. അത് what is this walnut? Chestnut. This is chestnut. Chestnut. Yes. ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഏത് Neçə adı? 5 manat. Neçə gram? 250. 250 gram. It's 5 mana. 250 രൂപ. അല്ല 100 ഗ്രാം വാങ്ങാം. 100 gram പോരെ? ടെസ്റ്റ് അടിക്കുക. ഒരു can you give one for taste? Then There's no problem. ഒന്ന് This chestnut, Azerbaijan, I have Gabele country. Sir, He bring from Gabala. ഈ ഒരു 100 He bought from Gabala. ഇത് നോക്കിയിട്ട് നമുക്ക് വാങ്ങേ. this is no China, no Turkish. ഞാൻ no ചോദിക്കുന്നത് Georgian. വാങ്ങേണ്ട ക്വാണ്ടിറ്റി നമുക്കിത് തിന്നിട്ട് തീരുമാനിക്കാന്നാണ്. എന്നാ വേഗം തിന്ന്. അത് സത്യമാണ്. ആള് തരക്കിട്ട് ഞങ്ങൾക്ക് പറഞ്ഞ കാര്യം തന്നെ. ഇതൊന്ന് മുറിച്ചാണെങ്കിൽ ചൂടാണ്. ചാക്കാക്കൂര് പൊടിച്ച് ആ ചക്കക്കുരു ആണെന്നത്. ആ താനി ചക്കക്കുരു.